കസ്റ്റമർ ഫീഡ്ബാക്ക്, അതിന് കേൾവി കൊടുക്കുക, ആദ്യം പറയുന്നത് കേൾക്കുക. ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെപ്പോഴും എടുക്കുന്ന തീരുമാനങ്ങൾ ശരിയൊന്നും ആവില്ല, തെറ്റുകളും കൂടെ ചേർന്നാണ് ബിസിനസ് എന്ന് പറയുന്നത്. അസർ മൗസിയുടെ ബിസിനസ് ലൈഫിലെ ഏറ്റവും വലിയ മണ്ടത്തരം? എൻ്റെ ബിസിനസ് ലൈഫിലെ ഏറ്റവും വലിയ മണ്ടത്തരം എന്ന് പറയുന്നത് മൗസിയുടെ ആദ്യത്തെ ഒരു വർഷമായിരുന്നു. കാരണം പെരിന്തൽമണ്ണയിലെ സിംല കുൾബാർ എന്നാണ് നമ്മൾ തുടക്കം ഞാൻ പറയാറുണ്ട്. അപ്പൊ അവിടെ എന്ന് പറഞ്ഞാൽ 20 രൂപ മുതൽ 30-40 രൂപ വരെയുള്ള അവിൽ മിൽക്ക് നിന്ന് സെർവ് ചെയ്തിരുന്നത്. ഞാൻ മൗസി തുടങ്ങിയപ്പോഴും ഈ സിംല കുൾബാറത്തെ അതേ പ്രൈസ് ഇട്ടിട്ടാണ് മൗസിലേക്ക് വന്നത്. സിംല കുൾബാറിന്റെ ഷോപ്പ് എന്ന് പറഞ്ഞാൽ ഞങ്ങളെ സ്വന്തം ഷോപ്പിൽ നിന്ന് റെന്റൊന്നുമില്ല. പക്ഷെ ഇവിടെ ഞങ്ങൾ അതേ പ്രൈസിലാണ് ഞങ്ങൾ കൊടുത്തത്. ഏകദേശം 6 മാസത്തോളം കച്ചവടം ചെയ്തു. പ്യാൻഡിൽ നോക്കുമ്പോൾ കാര്യമായിട്ടൊന്നും മെച്ചല്ല. പക്ഷേ അതൊരു ബെനിഫിറ്റ് ആയിട്ട് വന്നു. ആ മണ്ടത്തരം പിന്നീട് ഒരു ഞങ്ങളൊരു വിജയത്തിന്റെ ഭാഗമായിട്ട് മണ്ടത്തരാണ് പിന്നീട് രക്ഷപ്പെടാൻ കാരണം. കാരണം എന്താണ്, ചെറിയ പൈസക്ക് നല്ല ക്വാളിറ്റി ആയിട്ട് ഒരു മീല്, അവിൽമിക്കിന്റെ അപ്പുറം അവിൽമിക്കിന്റെ ഒരു മീലാണ്, അത് ആളുകൾക്ക് കിട്ടുകയാണ്. അപ്പോൾ ആ ചെറിയ പൈസ കൊടുത്തുകൊണ്ട് തന്നെ ആളുകൾക്ക് ആക്സെപ്റ്റൻസ് വന്നു. പിന്നീട് ഞങ്ങളിതിനെ ലാഭത്തിലാക്കാൻ വേണ്ടിയിട്ട് ചെറിയ ചെറിയ പൈസ കൂട്ടി അത് ഞങ്ങൾ ലാഭത്തിലാക്കുകയും ചെയ്തു. വെരി ഗുഡ്, വെരി ഗുഡ്. സോ ഒരു മണ്ടത്തരാണ് ഒരു വലിയ ലെസൺ ആയിട്ട് മാറിയത്, ബ്രാൻഡ് വളർന്നില്ല. മൗസിയുടെ സ്റ്റാഫ് ഇപ്പം ഏകദേശം 300ഓളം പേരുണ്ട്. തീർച്ചയായിട്ടും ഒരു 300ഓളം ടീമിനെ മാനേജ് ചെയ്യുക, ഒരേ മിഷനിൽ ഡ്രൈവ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതത്ര ഈസി ആയിട്ടുള്ള കാര്യമൊന്നുമല്ല. അതൊരു വലിയ പ്രതിസന്ധി നിറഞ്ഞ കാര്യം തന്നെയാണ്. ഈ 300 ആളുകളെ ഒരേ തരത്തിൽ ഒരേ ടേസ്റ്റ് മെയിൻറ്റെയിൻ ചെയ്ത് ഈ ഒരു ബ്രാൻഡ് കൊണ്ട് നടക്കുന്നതിൻ്റെ സീക്രട്ട് എന്താണ് ശരിക്കും? പ്രത്യേകിച്ചിട്ടൊന്നുമില്ല. ഒന്ന്, നമ്മളെ സ്റ്റാഫുകൾക്ക് ഒന്ന് ഫ്യൂച്ചർ കാണിച്ചു കൊടുക്കണം. ഞങ്ങളുടെ കൂടെ നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബെനിഫിറ്റ് ഉണ്ടാകും, രക്ഷപ്പെടും എന്നത് ഞങ്ങൾ കാണിച്ചു കൊടുക്കാറുണ്ട്. രണ്ടാമത്തെ കാര്യം, അവർക്ക് നല്ല നല്ല പാക്കേജുകൾ കൊടുക്കുക. ഞങ്ങൾ സ്റ്റാഫുകളെ 4 കാറ്റഗറി ആക്കി തിരിച്ച് എക്സ്പീരിയൻസിൻ്റെയും പെർഫോമൻസിൻ്റെ അടിസ്ഥാനത്തിൽ A ഗ്രൂപ്പിലും B ഗ്രൂപ്പ്, C ഗ്രൂപ്പ്, D ഗ്രൂപ്പ് ആക്കി തരംതിരിച്ച് A ഗ്രൂപ്പിലുള്ള ആളുകൾക്കാണെങ്കിൽ അവർക്ക് നമ്മൾ ബോണസ്, അതേപോലെ തന്നെ വർഷത്തിലൊരു ടൂറ്, പിന്നെ ഹെൽത്ത് ഇൻഷുറൻസുകൾ അങ്ങനത്തെ ഓരോ പാക്കേജുകൾ കൊടുത്ത് ഇതാക്കി. അപ്പോൾ ഇവരെന്ത് ചെയ്യും, അവരുടെ ഇടയിൽ ഒരു കോമ്പറ്റീഷൻ വരും. ഫസ്റ്റ് എക്ക് വരാനും ബ്രാൻഡിന്റെ കൂടെ നിൽക്കാനും വേണ്ടിയിട്ടുള്ള ഒരു സംഭവം വരും. അത് ഇന്ത്യയിൽ മാത്രമേ ഇത്ര റിസ്ക് ഉള്ളൂ. UAE, സൗദി, ഖത്തറൊക്കെ ആകുമ്പോൾ അവരുടെ പാസ്പോർട്ട് നമ്മളെ കയ്യിലുണ്ട്. ഞാൻ രസകരമായിട്ട് പല സംരംഭരും പറഞ്ഞിട്ട്, ഞാൻ നാട്ടിലേ ബിസിനസ്സിനില്ല. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര സ്റ്റാഫാണെങ്കിലും രാവിലെ വിളിച്ചിട്ടായിരിക്കും പറയാം, സാറേ നാളെ ഞാൻ വരുമല്ലോ കേട്ടോ. അതുകൊണ്ട് പല ബിസിനസ്സുകാരും നാട്ടിൽ തുടങ്ങാൻ പോലും പേടിയാണ്. സ്റ്റാഫിൽ ഒരു തരത്തിലുള്ള പ്രൊട്ടക്ഷൻ ഇല്ല. എന്നാൽ UAE അത്ര ഈസി അല്ല. ഒന്ന് പാസ്പോർട്ടും പിന്നെ ഒരു കമ്മിറ്റ്മെന്റ് കുറച്ചുകൂടെ നമുക്ക് കൂടുതലായിട്ട് നോക്കാം. ഞാൻ 1 വർഷത്തോളം ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. ഇതിപ്പോ സാറ് പറഞ്ഞു വിളിക്കലും ഞങ്ങളത് വിളിക്കുമ്പോഴും ഉണ്ടാവില്ല. രാവിലെ കട തുറക്കാൻ ആളില്ലാത്ത അവസ്ഥ വരാറുണ്ട്, വന്നിട്ടുണ്ട്. അതെ, വലിയ പ്രതിസന്ധിയാണ്. സോ ഇങ്ങനെയാണ് അതൊരു പരിധി വരെ മാനേജ് ചെയ്യുന്നത് അല്ലേ. നമ്മൾ അസർ മൗസി ഫുഡ് ബിസിനസ് ആണ് ചെയ്യുന്നത്. തുടങ്ങിയതെല്ലാം പൊന്നാക്കിയിട്ടുമുണ്ട്. മൗസി ആണെങ്കിലും വലിയ സക്സസ് ആയി 50 ബ്രാഞ്ചിലേക്ക് ഏകദേശം എടുത്തു കഴിഞ്ഞിരിക്കുകയാണ്. ഒരുപാട് വലിയ വലിയ സക്സസ്സുകൾ വരാനിരിക്കുന്നു. അദ്ദേഹത്തിന് മറ്റ് 2 ബ്രാൻഡുകളും വളരെ പെട്ടെന്ന് തന്നെയാണ് വളർന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഫുഡ് ബിസിനസ് സക്സസ് ആക്കുന്നതിൽ ഒരുപാട് ഫുഡ് ബ്രാൻഡ് തുടങ്ങാനിരിക്കുന്ന ഒരുപാട് ആളുകൾ, നമ്മൾ പ്രേക്ഷകരായിട്ടുള്ള ആളുകളുണ്ട്. അവരോട് പറയാനുള്ളത് എന്താണ്, ഫുഡ് ബിസിനസ് സക്സസ് ആക്കുന്നതിൽ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാണ് അസർ ശ്രദ്ധിച്ച്? അത് ആദ്യത്തെ കാര്യം, ഇതിൽ പാഷൻ ഉണ്ടെങ്കിൽ മാത്രം ഈ ഒരു ഇൻഡസ്ട്രിക്ക് വരിക. അതാണ് ആദ്യം പറയാനുള്ളത്. കാരണം നമ്മൾ അതിൽ അത്രയും നമുക്ക് സമയം ചിലവഴിക്കണമെങ്കിൽ നമുക്കിതിൽ പാഷൻ വേണം. അതുമാതിരി ഇതിൽ അപ്ഡേഷൻ കൊണ്ടുവരണമെങ്കിൽ നമുക്കിതിൽ പാഷൻ വേണം. അതാണ് ആദ്യത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഫുഡ് കഴിക്കണമെങ്കിൽ അതിൻ്റെ ഏറ്റവും ബേസിക് കാര്യം ടേസ്റ്റാണ്. അപ്പം നല്ലൊരു ടേസ്റ്റ്, നല്ല അടിപൊളി പ്രൊഡക്റ്റ് ഉണ്ടെങ്കിൽ മാത്രം നിങ്ങളതിനെ ബ്രാൻഡ് ചെയ്യാൻ പോവുക. മൂന്നാമത്തെ കാര്യം, എല്ലാവരും കൊടുക്കുന്ന ഫുഡ് അത് നേരെ കോപ്പിയടിച്ച് ചെയ്യാതിരിക്കുക. ഒരാൾ മന്തി തുടങ്ങി കഴിഞ്ഞാൽ എല്ലാവരും മന്തി, ഒരാൾ ചപ്പാത്തി കമ്പനി തുടങ്ങി കഴിഞ്ഞാൽ എല്ലാവരും ചപ്പാത്തി കമ്പനി. അത് ചെയ്യാതെ നമ്മൾ പല യാത്രകൾ ചെയ്യുക. പല യാത്രകൾ ചെയ്യുമ്പോൾ നമ്മൾ അൺഓർഗനൈസ്ഡായി കിടക്കുന്ന ഒരുപാട് ചെറിയ ചെറിയ ഫുഡുകളൊക്കെ ഉണ്ടാവും. അതൊക്കെ എടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ബ്രാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതൊക്കെ നമുക്ക് വേണമെങ്കിൽ ബിസിനസ്സാക്കി മാറ്റാം. നാലാമത്തെ കാര്യം, അപ്ഡേഷൻസ് പ്രോപ്പറായിട്ട് അപ്ഡേഷൻ കൊണ്ടുവരിക. അഞ്ചാമത്തെ കാര്യം, കസ്റ്റമർ ഫീഡ്ബാക്ക്, അതിന് കേൾവി കൊടുക്കുക. ആദ്യം പറയുന്നത് കേൾക്കുക. അവർ പറയുന്നതിൻ്റെ അപ്പുറം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കസ്റ്റമറെ ശരിക്കും നമ്മളെ ഗൈഡായിട്ട് തന്നെ കാണും. തീർച്ചയായും.